1852 രാജവിളംബരം ഉണ്ടായതോടുകൂടെ മലങ്കരയുടെ ശരിയായ മെത്രാനും അധികാരിയും മാത്യൂസ് മാർ അത്തനേഷ്യസ് ആണ്. അദ്ദേഹം മലങ്കര സഭയെ അടക്കി ഭരിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ മിഷണറിമാരുടെ സഹായ സഹകരണത്തോടുകൂടെ ഈ രാജകീയ വിളംബരത്തെ എതിർക്കുന്നവരെ നിശബ്ദരാക്കുവാൻ അന്നത്തെ പ്രാദേശിക മജിസ്ട്രേറ്റുമാർക്ക് കൂടുതൽ അധികാരം കൊടുത്തുകൊണ്ട് 1863 തിരുവിതാംകൂർ ദിവാൻ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു. ഈ സർക്കുലർ പ്രകാരം മെത്രാപ്പോലിത്തായെ വാക്കിനാലോ പ്രവൃത്തിയാലോ എതിർക്കുന്നവരോ എതിർക്കാൻ തുനിയുന്നവരോ, അവർ അൽമായരായാലും പട്ടക്കാരായാലും, അവരെ ശിക്ഷിക്കുന്നതിനും പള്ളികളിൽ നിന്നും എന്നേക്കും ബഹിഷ്കരിക്കുന്നതിനും ഏറ്റവും താഴത്തെ നിലയിലുള്ള മജിസ്ട്രേറ്റിന് വരെ അധികാരം കൊടുത്തു. ഇതോടുകൂടെ അത്താനാഷ്യസിന്റെ അതൃപ്തിക്ക് പാത്രീഭൂതരാകുന്നവർ ജീവിതം, ഞാൻ വീണ്ടും പറയാം, അർബൻ ഡിക്ഷണറി അല്ലെങ്കിൽ കണ്ടംപററി ഡിക്ഷണറിയിൽ ജീവിതം കോഞ്ഞാട്ടയായി പോകും എന്നുള്ളൊരു സ്ഥിതിയായി. അങ്ങനെ മലങ്കര സുറിയാനി സഭയുടെ ഏക നായകനായി ഇദ്ദേഹം ഇങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സത്യവിശ്വാസം നഷ്ടപ്പെടും എന്നുള്ള ഒരു ബോധം കുന്നംകുളത്ത് പുലിക്കോട്ടിൽ ജോസഫ് കത്തനാരെ തെരഞ്ഞെടുത്ത് അദ്ദേഹത്തെ അത്താനാസ്യൂസിന് പകരം മലങ്കര മെത്രാനായി വാഴിച്ചു തരണം എന്നുള്ള ഒരു അപേക്ഷയോടുകൂടെ അന്ത്യോക്യൻ പാത്രിക്കീസ് ഇഗ്നാത്യോസ് യാക്കൂബ് ദ്വിതീയൻ അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക് അയച്ചു. അങ്ങനെ മോർ ദീവന്നാസ്യോസ് അഞ്ചാമൻ എന്ന പേര് മലങ്കര മെത്രാപ്പോലിത്ത ആയിട്ട് 1865 സെപ്റ്റംബർ മാസം 6-ാം തീയതി അദ്ദേഹം കൊച്ചിയിലെത്തി. നിങ്ങളൊന്ന് ഓർക്കണം, മലങ്കര മെത്രാപ്പോലിത്ത ആരെന്ന് തീരുമാനിക്കുന്നത് അന്ത്യോക്യൻ പാത്രിക്കീസ് ആണ്. അതാണ് ഇവിടുത്തെ പൂർവിക നടപ്പ്. ഇവിടുത്തെ കോടതികളും ഇവിടുത്തെ ഗവൺമെന്റും എല്ലാം പാലക്കുന്നത്ത് മാത്യൂസ് അത്തനേഷ്യസിനെ അനുഗ്രഹിച്ചും അനുകൂലിച്ചും ആശംസകൾ അർപ്പിച്ചും അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നും എല്ലാത്തരം രാജ്യവും ശക്തിയും സ്തുതിയും മഹത്വവും പിടിച്ച് മലങ്കര സഭയെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന ഇന്നത്തെ ഔദ്യോഗിക സഭ, ഔദ്യോഗിക വിഭാഗം എന്നൊക്കെ പറയുമ്പോൾ അതാണ്. ഇപ്പൊ വിമത പ്രവർത്തനം നടത്തുന്നു. ഇപ്പൊ ജോസഫ് മാർ ഗ്രിഗോറിയസ് തിരുമേനി ലെബാനോനിൽ പോയി ജോസഫ് ബെസേലിയോസ് ജോസഫ് എന്ന പേരിൽ വന്നു. അയ്യോ, അത് ഭയങ്കര തെറ്റാണ്, ഇതാണ് അങ്ങനെ. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ ചരിത്രത്തിന്റെ ആവർത്തനമാണ്. ഓരോ കാലഘട്ടത്തിലും സത്യവിശ്വാസത്തെയും പാരമ്പര്യത്തെയും ഹനിക്കുമ്പോൾ വീണ്ടും വീണ്ടും അന്ത്യോക്യൻ പാത്രിക്കീസുമാർക്ക് ഇടപെടേണ്ടതായി വരുന്നു. 1865 അദ്ദേഹം യഥാർത്ഥ മലങ്കര മെത്രാപ്പോലിത്ത താനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൊച്ചിയിൽ എത്തിച്ചേർന്നു. രാജകീയ വിളംബരവും സർക്കുലർ കൽപ്പനകളും അസ്ഥിരപ്പെടുത്തണമെന്ന് അദ്ദേഹം തിരുവിതാംകൂർ ദിവാന് അപേക്ഷ അയച്ചു. എന്നാൽ പോയതുപോലെ തന്നെ അപേക്ഷ നിരാകരിച്ചുകൊണ്ട് ദിവാൻ മറുപടി കൊടുത്തു. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ബ്രിട്ടീഷ് റെസിഡന്റിന്റെ കവറിംഗ് ലെറ്ററോടുകൂടെ, ശുപാർശക്കത്തോടുകൂടെ അപേക്ഷ പുനർസമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ബ്രിട്ടീഷ് റെസിഡന്റ് പാലക്കുന്നത്ത് അബ്രഹാം മെൽപ്പാന്റെയും മാത്യൂസ് മാർ അത്തനേഷ്യസിന്റെയും ഒക്കെ ഇഷ്ടക്കാരനായതുകൊണ്ട് ഊഹിക്കുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തിന് യാതൊരു സഹായവും ബ്രിട്ടീഷ് റെസിഡന്റിൽ നിന്ന് കിട്ടിയില്ല. യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അവസാനം റെസിഡന്റ് പറഞ്ഞു, നിങ്ങൾ കോടതിയിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ദീർഘമായ ഒരു നിയമയുദ്ധത്തിന് തുടക്കം കുറിച്ചു. എന്നാൽ ആ കേസിൽ ഒരു മെത്രാപ്പോലിത്തയാണെന്ന് വാദിക്കുന്ന ആളിനെ സർക്കാർ ആ നിലയിൽ അംഗീകരിക്കാതെ കോടതികൾക്ക് അംഗീകരിക്കാൻ പാടില്ല. മോർ അത്തനേഷ്യസിന്റെ എതിരാളിയുടെ നിയമനത്തിന് തിരുവിതാംകൂർ സർക്കാരിന്റെ അനുവാദവും അധികാരവും സിദ്ധിക്കുന്നത് വരെ നിയമപ്രകാരവും യഥാർത്ഥത്തിലും മെത്രാപ്പോലിത്തയാണെന്നുള്ള തത്വം അനുസരിച്ചായിരിക്കണം ഞങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വന്ന മെത്രാപ്പോലിത്തയെ സർക്കാർ അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് കോടതിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അതുവരെ ഞങ്ങൾ പഴയ മെത്രാനെ അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്ന് കോടതി വിധിച്ചു. അങ്ങനെ മോർ ദീവന്നാസ്യോസിന് കോടതിയിലും ദിവാന്റെ അടുത്തും രാജാവിന്റെ അടുത്തും യാതൊരു സഹായവും കിട്ടിയില്ല, യാതൊരു ആനുകൂല്യവും കിട്ടിയില്ല. അദ്ദേഹത്തിന് എല്ലാ മേഖലകളിലും നീതി നിഷേധിക്കപ്പെട്ടു,
സകല കവാടങ്ങളും അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. അതിന്റെ എല്ലാം കാരണം ബ്രിട്ടീഷ് മിഷണറിമാർക്ക് മലങ്കര സഭയെ പ്രൊട്ടസ്റ്റീകരിക്കുവാനുള്ള അടങ്ങാത്ത ആഗ്രഹവും കുലുങ്ങാത്ത നിശ്ചയദാർഢ്യവും. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അത്താനാസ്യോസ് ഈ സമയത്ത് വട്ടിപ്പണത്തിന്റെ പലിശ കിട്ടുവാനുള്ള അപേക്ഷ സമർപ്പിച്ചു. അത്താനാസ്യോസിന്റെ ഈ ശ്രമത്തെ മോർ ദീവന്നാസ്യോസും സുറിയാനിക്കാരെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെയും അവർ പരാജയപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ പ്രബലനായിരുന്ന മാത്യൂസ് മാർ അത്തനേഷ്യസ് കൂടുതൽ പ്രബലനായിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ നവീകരണ പരിശ്രമങ്ങൾ മലങ്കര സഭയിൽ നിർവിഘ്നം പുരോഗമിച്ചുകൊണ്ടിരുന്നു. നാൾതോറും അദ്ദേഹത്തിന്റെ കൂട്ടർ ബലം പ്രാപിച്ചുകൊണ്ടിരുന്നു. 1865 മെത്രാപ്പോലിത്തയായിട്ട്, മലങ്കര മെത്രാപ്പോലിത്തയായിട്ട് ഇദ്ദേഹം കൊച്ചിയിലെത്തി. അന്ന് മുതൽ 1874 വരെ ദീർഘമായി നിരന്തരമായി 9 വർഷം തന്റെ സഭയോട് ചേർന്ന് അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടും പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്ക്, പരാജയത്തിന്റെ നീർച്ചുഴികളിലേക്ക് വീണ്ടും നിപതിച്ചുകൊണ്ടിരുന്നു.